ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുർബിസ് ബാഗിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു നല്ലൊരു പുതിയ ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. നാസി ഗോരങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഫുഡല്ല, മലേഷ്യൻ ഫുഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ പറയാവേ അതെങ്ങനെയാണ് എനിക്കിത് കിട്ടിയതെന്ന് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ 2-3 മുട്ട ഞാൻ ചിക്കി പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ച് പീസാക്കി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. 2 മുട്ട ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. കൈമ റോസിൻ്റെ അരി വേവിച്ച് ചോറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളകും കൂടി ഇട്ട് വേവിച്ചിട്ടാണ് വെച്ചുള്ളത് കേട്ടോ. പിന്നെ നല്ല ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് സോയാ സോസും സവാളയും 2 ചെറിയ സവാള കേട്ടോ ഇട്ട് കുറച്ച് പച്ചമുളകും കൂടി 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റും ബീൻസും കൂടി അരിഞ്ഞതിട്ടു. നന്നായി വഴണ്ട് വരണം കേട്ടോ. ഒന്ന് ചെറുതായി വഴണ്ട് വരണം, നമുക്ക് കടിക്കാൻ പാകത്തിലുണ്ടാവണേ. അതാണ് ഒരു ടേസ്റ്റ് ഇതിൻ്റെ കേട്ടോ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും പേസ്റ്റ് അധികമൊന്നും ആവണ്ട. നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഉണ്ടാക്കണ പോലെയൊന്നും വേണ്ട. ഇതൊരു ചെറുതായിട്ടൊന്ന് വഴണ്ട് വരിക വേണ്ട കേട്ടോ. അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടുണ്ട് കേട്ടോ. ചിക്കനും അതിൽ കൂടി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നല്ലൊരു ചിക്കൻ വെന്തുള്ളതാണ്, എന്നാലും ഒന്ന് മിക്സായി വരണ്ടേ. അതിലേക്ക് ഞാൻ ചെറിയൊരു തക്കാളി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് 2 ചിക്കൻ്റെ മാഗി ചിക്കൻ ക്യൂബ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇടണം. അത് ഞാൻ മറന്നുപോലെയെന്ന് പ്രാർത്ഥിച്ചിട്ടിരിക്കുകയാണ്. മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട എടുത്ത് അതും കൂടി ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഭാഗത്ത് ഞാൻ മുട്ട നേരത്തെ പതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അധികം ഒന്ന് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വരണ്ട കേട്ടോ. അപ്പോൾ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് മെയിൻ ഇത് മുട്ടയാണ് കേട്ടോ. മുട്ടയാണ് കൂടുതൽ ഇതിൽ ചേർത്തുള്ളത്. ഇട്ടിട്ട് അതിലേക്ക് നമ്മളിത് ആ ചോറ് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നന്നായി അതിലൊന്ന് ചേർത്ത് വരട്ടെ. ഇതിൽ ഞാൻ പറയാതെ വിട്ടുപോയി, സ്കിപ്പ് ചെയ്തൊരു ഇതുണ്ട്. ഒരു ടീസ്പൂൺ മുളകും പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ വിട്ടുപോയി. അപ്പോൾ അതും കൂടി ഒന്ന് ചേർക്കണേ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കണം. ആ ചോറൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ പ്രത്യേക മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. എന്നാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് വെജിറ്റബിൾസ്, അത് ഇതിൻ്റെ മേലെ വെതറി മുട്ടയും കൂടി വെതറി കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മലേഷ്യയിൽ, അവളുടെ ഹസ്ബൻഡ് മലേഷ്യയിലായിരുന്നു. അപ്പോൾ അവരവിടെ ഉണ്ടാക്കണതാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ കുറേ നാളായി എൻ്റെ അടുത്ത് പറയണം നീ ഒന്നത് ഉണ്ടാക്കി നോക്കുന്നത്. അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കിയത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ശീലമൊന്നുമില്ല. അവരുണ്ടാക്കിയിട്ടുള്ള പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. പിന്നെ എൻ്റേതായ പൊടിക്കൈകളും കൂടി ഞാൻ കുറച്ച് ഇതിൽ ചേർത്തുണ്ട്. അങ്ങനെ ഒക്കെ ആക്കി ഞാൻ ഇതിലേക്ക് നല്ലൊരു സർലാസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. സർലാസിലേക്ക് ഒരു ചെറിയ സവാളയും തക്കാളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട്, ഒരു പച്ചമുളകും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ട് തൈരിലൊഴിച്ചിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ദമ്മിലിട്ടിട്ട് ദമ്മിലിട്ട് 3 മിനിറ്റ് ദമ്മിലിട്ടിട്ട് ബിരിയാണി റൈസ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നാസി ഗോരങ് എന്ന് പറയും. ഭയങ്കര ടേസ്റ്റിയാണ് ഇതിൻ്റെ ഫുഡ്. എൻ്റെ മോൻ കഴിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. കമൻസും കൂടി ഇടണം. അത് കഴിച്ചാൽ, ഇത് കഴിക്കാത്തൊരു ഫുഡായതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കാണുന്നവർ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എന്തായാലും എനിക്ക് അറിയിക്കണേ.